ജ്ഞാനത്തിന്റെ പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം. സർവത്ര പ്രശാന്തമൂകത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖണ്ഡകം ധരിച്ച ധീരയോദ്ധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിന്റെ മധ്യേ വന്നു. വളരെ ശക്തിയേറിയതും പ്രത്യേകതയുമുള്ളതുമായ ഒരു വചനമാണ് ഇത്. ഈ ജ്ഞാനത്തിന്റെ പുസ്തകം 18-ാം അധ്യായം എഴുതപ്പെട്ടത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലുള്ള യഹൂദ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഗ്രീക്ക് തത്വചിന്തകരുടെയും ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അതിപ്രസരം വ്യാപിച്ചപ്പോൾ യഹൂദർക്ക് തങ്ങളുടെ വിശ്വാസം തന്നെ ക്ഷയിക്കുമെന്ന് ഒരവസ്ഥയുണ്ടായി. ആ സമയത്ത് അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി എഴുതിയതാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 18-ാം അധ്യായം. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങളെല്ലാം ഗ്രന്ഥകാരൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മറക്കരുത്, എപ്രകാരമാണ് സർവശക്തനായ ഏക ദൈവം ചരിത്രത്തിലൂടെ നിങ്ങളെ നയിച്ചത് എന്നും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പാട് സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള അത്ഭുതങ്ങളെ അവരെ ഓർമ്മിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ 14-ാമത്തെ വചനത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സർവത്ര പ്രശാന്തമൂകത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രി ആയപ്പോൾ, ഇത് ഒരു പഴയ നിയമ കഥ, അതായത് ആദ്യജാതന്മാരുടെ വധത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന പുതിയ നിയമത്തിലെ പ്രവചന ഭാഗമായി ഇത് പെട്ടെന്ന് മാറുകയാണ്. നിശബ്ദമായ രാത്രി, ഈജിപ്റ്റ് ഉറങ്ങുന്ന രാത്രി, എന്നാൽ ഉറങ്ങാത്ത ജാഗരൂകനായിരിക്കുന്ന ദൈവം. സങ്കീർത്തനങ്ങൾ 121:4. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. അങ്ങനെ ഉറങ്ങാത്ത ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ ഒരു ഭാഗത്ത് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിന്റെ മധ്യേ വന്നു. ഇതാണ് ഈ വചനത്തെ ഇത്ര പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നത്. പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവവചനത്തെക്കുറിച്ച് ഒരുപാട് തവണ പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവവചനം ഒരു വ്യക്തിയിൽ പൂർണ്ണമായി, അതായത് ഗ്രീക്ക് ബൈബിളിൽ ഇതിനെ ലോഗോസ് ഒരു വ്യക്തിയുടെ രൂപത്തിലായി ആദ്യമായി പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രകടമായി സ്പഷ്ടമായി പറയുന്നത് ഈ ജ്ഞാനത്തിന്റെ പുസ്തകം 18-ാം അധ്യായത്തിലാണ്. അതായത് യേശുവിനെ കുറിച്ചാണ്. വചനം യേശുവാണ് എന്നുള്ള അർത്ഥത്തിൽ ആണ് ഇവിടെ പറയുന്നത്. ഈ വചനം വളരെയേറെ ശക്തിയുള്ളതാണ്. പിന്നെയും അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ആ കഥ തുടരുന്നു. കഥ തുടർന്നു കഴിഞ്ഞ് പെട്ടെന്ന് 21-ാം അധ്യായം 18-21 പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി തന്റെ ശുശ്രൂഷയുടെ പരിചയമായ പ്രാർത്ഥനയും പാപപരിഹാരത്തിന്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത്, ഇത് അഹറോനെ കുറിച്ചാണ് പറയുന്നത്. അഹറോന്റെ പൗരോഹിത്യം ഇങ്ങനെ പറഞ്ഞ് ആ കഥ പെട്ടെന്ന് അത് യേശുവിന്റെ നിത്യ പൗരോഹിത്യത്തിലേക്ക് അവസാന ഭാഗങ്ങളിൽ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പോയറ്റിക് ആയിട്ടുള്ള ഒരു തിയോളജിക്കൽ ലെവലിലുള്ള ഒരു റൈറ്റിംഗ് ആണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനഭാഗങ്ങളിൽ ഒന്നാണ് ഈ ജ്ഞാനത്തിന്റെ പുസ്തകം 18-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ മനുഷ്യാവതാരം, യോഹന്നാന്റെ സുവിശേഷം, വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. അതാണ് ഇവിടെ 18-14 പാരലലായിട്ട് വരുന്ന ഒരു വചനം. ഇങ്ങനെ നിരവധി ദൈവിക രഹസ്യങ്ങൾ അടങ്ങിയ ഒരു ഭാഗമാണ് ഇത്. ഇതെപ്പോഴാണ് കൂടുതൽ നമ്മൾ വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന്റെ തത്വചിന്തകളും സംസ്കാരങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മക്കളെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ഈ വചനം ഉറക്കെ വായിക്കുക. ജ്ഞാനത്തിന്റെ പുസ്തകം 18-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ ഉറക്കെ നിരന്തരം വായിക്കുക. ഹെല്ലനിസത്തിന്റെ ദുരാത്മാവിനെ ഓടിച്ച സർവശക്തനായ ദൈവം നമ്മളെയും സഹായിക്കും. ദൈവരാജ്യം വളരട്ടെ.